എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 26-ാം തീയതി നടന്ന സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ബേസ് ഓർ റാഡിക്സ് ഓഫ് ഒക്ടാൽ നമ്പർ സിസ്റ്റം. ഒക്ടാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ 8 എന്ന നമ്പർ ഓർമ്മ വരണം. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? 8 എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? 0ഉം 1ഉം മാത്രമുള്ള നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് എന്താണ്? 2. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണ്. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും ഏതാണെന്നുള്ളതാണ്. വലതുവശത്ത് കാണുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്, എന്നാൽ ലെഫ്റ്റ് മോസ്റ്റിൽ കാണുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. ഇത് ഓർമ്മിച്ച് വയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. 10,001 രൂപ. 10,001 ഈ ഏതൊന്നിനാണ് ഇമ്പോർട്ടൻസ്? ഇടതുവശത്ത് കിടക്കുന്ന ഒന്നിനാണോ ഏറ്റവും വലതുവശത്ത് കിടക്കുന്ന ഒന്നിനാണോ ഇമ്പോർട്ടൻസ്? അതായത് 1 രൂപയാണോ വലുത്, 10,000 രൂപയാണോ വലുത്? അത്ര മാത്രമേ ഉള്ളൂ. ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് ഏറ്റവും വലതുവശത്ത് കിടക്കുന്നത് 1. എന്നാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ് ഏതാണ്? ലെഫ്റ്റ് മോസ്റ്റ് 1 ആണ്. ഇതാണ് ബൈനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് പഠിക്കാനുള്ള ഫാക്റ്റ്. ഇത് എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, എക്സാമിന് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ ബൈനറി ഈക്വലൻ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ ബൈനറി ഈക്വലൻ്റ് കണ്ടെത്താൻ പോലും പറയില്ല, ഇതിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് ഏത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലതുവശത്ത് കിടക്കുന്ന ബിറ്റാണ്. ഇനി പഠിക്കേണ്ടത് പല രീതിയിലുള്ള കോമ്പിനേഷൻ. 1 നിബിൾ, ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. 1 നിബിൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? 4 ബിറ്റിനെയാണ് 1 നിബിൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 8 ബിറ്റ് ചേർന്നാലാണ് ഒരു ബൈറ്റ്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് ഒരു റിവിഷൻ ആയിക്കോട്ടെ. ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ്. അവിടെ ബിറ്റ്സ് അല്ല, 1024 ബൈറ്റ്സ് ചേർന്നാണ് ഒരു കിലോ ബൈറ്റ് ആകുന്നത്. ഇതുപോലെ മെഗാബൈറ്റും ജിഗാബൈറ്റും ടെറാബൈറ്റും പെറ്റാബൈറ്റും എല്ലാം വായിച്ച് പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയുള്ളത് ഒക്ടാൽ നമ്പർ സിസ്റ്റം. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് ബേസ്? ബേസ് 8 ആണ്. അതേപോലെ ഹെക്സാഡെസിമൽ ആണെങ്കിലോ ബേസ് 16 ആണ്. ഇത്രയും കാര്യങ്ങളും കൂടി പഠിച്ചു വയ്ക്കാം. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ജി ന്യൂമറിക്, മൈക്രോസോഫ്റ്റ് എക്സൽ, ജി ന്യൂമറിക്, GNU, ഖത്ത എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാനായിട്ട് കുറച്ചുകൂടി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസിനെ പറ്റി പഠിക്കണം. നമുക്കറിയാവുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാണ്? മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് കാൽക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. കാൽക്ക് എന്നതും സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പാഷയുടെ ഓപ്പൺ ഓഫീസ് പ്രോഗ്രാമാണ് കാൽക്ക്. ഇനിയുള്ളത് ലോട്ടസ് 123 ആണ്. ലോട്ടസ് 123 ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയ ഒരു സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് ജി ന്യൂമറിക് ആണ്. ജി ന്യൂമറിക്കും ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം തന്നെയാണ്. വിസി കാൽക്ക് വിസിബിൾ കാൽക്കുലേറ്ററിൻ്റെ ഷോർട്ട് ഫോം ആണ് വിസി കാൽക്ക്. ഇതാണ് ഫസ്റ്റ് സ്പ്രെഡ്ഷീറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഫോർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ആദ്യമായി ഡിസൈൻ ചെയ്തത് വിസി കാൽക്ക് എന്ന സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. അടുത്തത് മൾട്ടി പ്ലാൻ ആണ്. മൾട്ടി പ്ലാൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. അതിൻ്റെ പഴയ പേര് ഇലക്ട്രോണിക് പേപ്പർ എന്നാണ്. അപ്പോൾ ഇലക്ട്രോണിക് പേപ്പർ എന്ന് കണ്ടാലും മൾട്ടി പ്ലാൻ എന്ന് കണ്ടാലും ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് എന്ന് ഓർമ്മിക്കുക. അടുത്തത് നമ്പേഴ്സ് ആണ്. നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് എന്നതും ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ആപ്പിൾ ഡെവലപ്പ് ചെയ്തത്. GNU ഓലിയോ എന്നതും ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് ലിബർ ഓഫീസ് കാൽക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിനക്സിൻ്റെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് ലിബർ ഓഫീസ് കാൽക്ക്. ഈ എക്സലിനകത്ത് നമ്മൾ വിഷ്വൽ ബേസിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്രോ എക്സ്പാൻഷൻ എല്ലാം ഉപയോഗിക്കുന്നത് വിഷ്വൽ ബേസിക് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്നാൽ കാൽക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ ഓഫീസ് ബേസിക് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 2 ക്വസ്റ്റ്യൻ പഠിക്കുക. ലിബർ ഓഫീസ് എന്ന് പറയുന്നത് ലിനക്സിൻ്റെ പ്രോഗ്രാമാണ്, ലിനക്സിൻ്റെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. അടുത്തത് ഗൂഗിൾ ഷീറ്റ്സ്. ഗൂഗിൾ ഷീറ്റ്സും സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം തന്നെയാണ്. സ്പ്രെഡ്, പൈത്തൺ ബേസ് ചെയ്തിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ് സ്പ്രെഡ്. ഇനിയുള്ളത് GNU ഖത്ത.
എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? GST ബേസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഗ്നു ഖത എന്ന് വിളിക്കുന്നത് +2 കൊമേഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളെല്ലാം ലാബിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും ഈ ഗ്നു ഖതയാണ്. അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഓഡിയോ ഫോർമാറ്റ്. ഓഡിയോ ഫോർമാറ്റ് അല്ലാത്തത് ഏത്? എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ഓഡിയോ ഫോർമാറ്റ് അല്ലാത്തത്, അല്ലെങ്കിൽ പിക്ചർ ഫോർമാറ്റ് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. ഇതിൽ അറിയേണ്ടത് JPEG ആണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഓരോന്നിൻ്റെയും എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. JPEG എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പിൻ്റെ ഷോർട്ട് ഫോം ആണ് JPEG. JPEG എന്ന് പറയുന്നത് ഒരു ഇമേജ് ഫോർമാറ്റ് ആണ്. ഈ JPEG അല്ലാതെ JPGയും ഉപയോഗിക്കാം. അടുത്തത് OGG. OG എന്ന് പറയുന്നത് an open source file format for multimedia. മൾട്ടിമീഡിയ എന്നാൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ, അതിൻ്റെ ഓപ്പൺ സോഴ്സ് ഫോർമാറ്റ് ആണ് OGG. ദെൻ MP3. MPEG ഓഡിയോ ലെയർ 3 എന്നാണ് ഷോർട്ട് ഫോം. MPEG ഓഡിയോ ലെയർ 3 അതിൻ്റെ ഷോർട്ട് ഫോം ആണ് MP3 ഓഡിയോ ഫോർമാറ്റ്. ദെൻ വേവ് ആണ്, അതായത് വേവ് ഫോം ഓഡിയോ ഫയൽ ഫോർമാറ്റ്. ഈ വേവും ഓഡിയോ ഫയൽ ഫോർമാറ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കുറച്ചുകൂടി ഫയൽ ഫോർമാറ്റ്സ് നമ്മൾ പഠിക്കാം. PCM പൾസ് കോഡ് മോഡുലേഷൻ. PCM എന്ന് പറയുന്നത് CD-ക്കകത്തും DVD-ക്കകത്തും ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓഡിയോ ഫോർമാറ്റ് ആണ് പൾസ് കോഡ് മോഡുലേഷൻ. അടുത്തത് AIFF ആണ്, ഓഡിയോ ഇൻ്റർചേഞ്ച് ഫയൽ ഫോർമാറ്റ്. ആ ഓപ്ഷൻ നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയോ ഇൻ്റർചേഞ്ച്, AI എന്നുള്ളത് ഓഡിയോ ഇൻ്റർചേഞ്ച് ഫയൽ ഫോർമാറ്റ്. ദെൻ WMA. ഇതിൽ W എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? വിൻഡോസ് മീഡിയ ഓഡിയോ ആണ് WMA. ഇത്രയും ഫയൽ ഫോർമാറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അടുത്തത് ദ ഫസ്റ്റ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഫസ്റ്റ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്, പക്ഷേ ഇത് പ്രോഗ്രാമബിൾ ആണ്. പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ ആൻസർ ENIAC ആണ്. ENIAC എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഫുൾ ഫോം വളരെ വളരെ പ്രധാനപ്പെട്ടത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ. ആ രണ്ട് വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വേർഡും. കമ്പ്യൂട്ടറിന് പകരം കാൽക്കുലേറ്റർ എന്നൊക്കെ ഓപ്ഷനകത്ത് കാണും, അതിലൊന്നും തെറ്റിപ്പോകരുത്. കമ്പ്യൂട്ടർ ആണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അടുത്തത് മാർക്ക് 1 ആണ്. മാർക്ക് 1 ജനറൽ പർപ്പസ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണ്. ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന വേർഡാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അടുത്തത് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട ഒരാളുണ്ട്, ചാൾസ് ബാബേജിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് IBM 360 ആണ്. അത് ഒരു ഫാമിലി ഓഫ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ്. അതായത് ലാർജ് സ്കെയിലായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അതിൽ ലോ റേഞ്ചിലുള്ളതും ഹൈ ലെവലിലുള്ളതുമായ എല്ലാ പ്രോഗ്രാംസും ഇൻക്ലൂഡ് ചെയ്ത ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അതാണ് IBM 360. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയണ്ട, എന്നാലും ജസ്റ്റ് ഒരു അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു. ഇനിയുള്ള ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻ്റർപ്രറ്റഡ്. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒരു കമ്പൈലർ ഉണ്ടാവും. കമ്പൈലർ എന്ത് ചെയ്യും? ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീനിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റും. നമുക്കറിയാവുന്ന ഭാഷ, അതായത് ജാവ അല്ലെങ്കിൽ C++, ഈ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു കോഡിനെ കമ്പൈലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ മെഷീനിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റും. എന്നാൽ ചില ലാംഗ്വേജസ് കമ്പൈലറിൻ്റെ ആവശ്യമില്ല, പകരം ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഡയറക്റ്റ് തന്നെ ലാംഗ്വേജിലേക്ക് മാറ്റും. അതാണ് ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് തന്നെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജസും ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് അല്ല, ചില ലാംഗ്വേജസ് മാത്രമാണ് ഈ ഒരു കേപ്പബിലിറ്റി ഉള്ളത്. ഡയറക്റ്റായിട്ട് ഓരോ സെൻറ്റൻസിനെയും, അതായത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്.
ഇതിന് എക്സാമ്പിളായി പഠിക്കേണ്ടത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ജാവ സ്ക്രിപ്റ്റ്, PHP, അങ്ങനെയുള്ള VB സ്ക്രിപ്റ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തന്നെ ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജസ് ആണ്. അതേപോലെ തന്നെ പേൾ ഉണ്ട്, പൈത്തൺ ഉണ്ട്, ബേസിക് ഉണ്ട്, ഫോർത്ത് ഉണ്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് എ വോളട്ടൈൽ മെമ്മറി? നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡേറ്റ അതിനകത്ത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആവില്ല, വോളട്ടൈൽ ചെയ്തു പോവും. അതായത് പവർ ഓഫ് ആയി കഴിയുമ്പോഴേക്കും അതിൽ ഡേറ്റയും പോവും. ഇതിൻ്റെ ഓപ്ഷൻസ് എന്താ? DRAM ഉണ്ട്, EEPROM ഉണ്ട്, അതായത് EEPROM ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഉണ്ട്, CD ഉണ്ട്. ഇതിൽ ആദ്യമായി അറിയേണ്ടത് വോളട്ടൈൽ മെമ്മറിയും നോൺ വോളട്ടൈൽ മെമ്മറിയും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വോളട്ടൈൽ ഞാൻ പറഞ്ഞു, നമുക്ക് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ ഇല്ല, പവർ ഉള്ളപ്പോൾ മാത്രമേ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വോളട്ടൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് പവർ ഓൺ ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഡേറ്റ ഉള്ളൂ, ആവശ്യമുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഈ റാം തന്നെ രണ്ട് രീതിയിലുണ്ട്, ഡൈനാമിക് റാമും ഉണ്ട്, സ്റ്റാറ്റിക് റാമും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും വോളട്ടൈൽ മെമ്മറിക്ക് എക്സാമ്പിളാണ്. ഇനിയുള്ളത് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്താണ്? ഇടയ്ക്കുള്ള ഒരു സ്റ്റോറേജ്. നമുക്ക് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം ക്യാഷ് മെമ്മറി. ഇനിയുള്ളത് DDR/SD റാം ആണ്. DDR/SD റാമിൻ്റെ ഫുൾ ഫോം കൂടി പഠിക്കുക. ഡബിൾ ഡേറ്റ റേറ്റ് സിങ്ക്രണസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. അത് റാം തന്നെയാണ്. എന്ത് റാം? ഡൈനാമിക് റാം തന്നെയാണ്. ഡൈനാമിക് റാം ഏത് ടൈപ്പ്? സിങ്ക്രണസ് ഡൈനാമിക് റാം. DDRും കൂടി മറന്നുപോകാതെ പഠിക്കുക. ഡബിൾ ഡേറ്റ റേറ്റ് ആണ് DDR റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോൺ വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പവർ ഓഫ് ചെയ്താൽ പോലും അതിനകത്തുനിന്ന് ഡേറ്റ പോവില്ല, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നോൺ വോളട്ടൈൽ മെമ്മറി. നോൺ വോളട്ടൈൽ മെമ്മറിയുടെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്താ? റീഡ് ഓൺലി മെമ്മറി, റോം ആണ്. നോൺ വോളട്ടൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ റോം ആണ്. ഈ റോം തന്നെ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, അതേപോലെ തന്നെ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EEPROM അല്ലെങ്കിൽ E²PROM എന്നും അറിയപ്പെടുന്നു. അതേപോലെ ഫ്ലാഷ് മെമ്മറിയും NVRAM എന്താ? റാം തന്നെയാണ്, പക്ഷേ നോൺ വോളട്ടൈൽ റാം ആണ് NVRAM. NVRAMൻ്റെ ഫുൾ ഫോം കൂടി പഠിക്കുക, നോൺ വോളട്ടൈൽ റാം. ഇനിയുള്ള ഒരു ടൈപ്പ് റാം കൂടിയുണ്ട്, അതാണ് റെസിസ്റ്റീവ് റാൻഡം ആക്സസ് മെമ്മറി. റെസിസ്റ്റീവ് റാൻഡം ആക്സസ് മെമ്മറിയും നോൺ വോളട്ടൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കും. എന്നാലും അറിഞ്ഞു വെച്ചേക്കുക, വോളട്ടൈലും നോൺ വോളട്ടൈലും ഉണ്ട്. വോളട്ടൈൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ്. വെരി ഗുഡ് എക്സാമ്പിൾ റാം ആണ്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതിനോടൊപ്പം DRAMും ഡൈനാമിക് റാമും സ്റ്റാറ്റിക് റാമും. ഇതേപോലെ ഏത് റാമാണ് നോൺ വോളട്ടൈൽ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ NVRAM. നോൺ വോളട്ടൈൽ റാമിൻ്റെ ഷോർട്ട് ഫോമാണ് NVRAM. അതേപോലെ തന്നെ RAM എന്ന് പറയുന്നത് റെസിസ്റ്റീവ് റാൻഡം ആക്സസ് മെമ്മറി. ഇനിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ അല്ലാത്തത് ഏത്? വേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാടധികം വേർഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓരോന്നും ഡെസേർട്ട് ഐറ്റത്തിൻ്റെ പേരാണ്. കപ്പ് കേക്ക്, ഡോണറ്റ്, എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്, ഹണി കോം, ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിറ്റ് കാറ്റ്. ഇതിൽ നിന്ന് 3 ഓപ്ഷനകത്തുള്ളത്. അടുത്തത് ലോലിപോപ്പ്, മാർഷൽ മെലോ, നൗഗട്ട്, ഓറിയോ, പൈ ആൻഡ് ആൻഡ്രോയിഡ് 10. 9 വേർഷൻ വരെ ഓരോന്നിൻ്റെയും പേര് കൊടുത്തിട്ട് 10ാമത്തത് ആൻഡ്രോയിഡ് 10 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതാണ് ലേറ്റസ്റ്റ് വേർഷൻ, ആൻഡ്രോയിഡ് 10 ആണ്. നമ്മുടെ ആൻസർ എന്താണ്? കിറ്റ്കാറ്റും ഓറിയോയും ഡോനറ്റും എല്ലാം തന്നെ ആൻഡ്രോയിഡ് വേർഷൻസ് ആണ്. എന്നാൽ ബോർബോൺ എന്നൊരു വേർഷൻ ഇല്ല. ആൽഫ ബീറ്റ എന്നാണ് ആദ്യത്തെ 2 വേർഷൻസിന് പേര് കൊടുത്തില്ലായിരുന്നു, പക്ഷേ ആൽഫ ബീറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ തീരുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് മാത്രം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു.
എക്സാമിന് ഇനി അധിക ദിവസമില്ല. നന്നായി പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.